ഇടുക്കിയിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന യുവ സംരംഭകയെ വഞ്ചിച്ച് DTPCയും ജില്ലാ ഭരണകൂടവും മാനദണ്ഡം പാലിച്ച് വാടകയ്ക്കെടുത്ത പറയമാവിലെ DTPC കീഴിലുള്ള റെസ്റ്റോറന്റ് കരാർ കാരണങ്ങളേതുമില്ലാതെ നിരാകരിക്കുകയായിരുന്നു. ജില്ലാ കളക്ടറുടെ പിടിവാശിയാണ് കരാർ റദ്ദാക്കാൻ കാരണമെന്നാണ് സംരംഭകയായ മേഴ്സി പറയുന്നത്. കരാർ റദ്ദാക്കിയതിന് പിന്നാലെ വീണ്ടും കൊട്ടേഷൻ ക്ഷണിച്ച നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ വനിത. പത്രപരസ്യം കണ്ട് ആഗസ്റ്റ് മാസത്തിലാണ് DTPCയുടെ കീഴിലുള്ള റെസ്റ്റോറന്റ് നടത്താനുള്ള കൊട്ടേഷൻ മേഴ്സി നൽകുന്നത്. 29-ാം തീയതി 7,42,500 രൂപയ്ക്ക് കൊട്ടേഷൻ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. അന്ന് തന്നെ 2,50,000 രൂപ നൽകി കരാർ താൽക്കാലികമായി ഉറപ്പിച്ചു. സെപ്റ്റംബർ 14-ാം തീയതി ബാക്കി വാടകയും GSTയും സെക്യൂരിറ്റിയും ഉൾപ്പെടെ 7,01,150 രൂപ അടയ്ക്കുകയും കരാർ എഴുതാനുള്ള മുദ്രപത്രം DTPCക്ക് സമർപ്പിക്കുകയും ചെയ്തു. DTPC സെക്രട്ടറി താക്കോൽ കൈമാറിയതിന് പിന്നാലെ അറ്റകുറ്റപ്പണികൾ നടത്തി റെസ്റ്റോറന്റ് തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇരുട്ടടി. കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്നപോലെ നിങ്ങൾ നടത്തണം, ഇന്നപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് അവർ നമുക്ക് താക്കോൽ തന്നിട്ടുണ്ട്. ആ താക്കോൽ തന്നതിന്റെ വെളിച്ചത്തില് നമ്മൾ ഇതിനകത്തെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതിന് ശേഷം നമ്മൾ എഗ്രിമെന്റില് ഞാൻ കളക്ടറിന് ഫോൺ വിളിച്ച്, കാരണം അവരൊരു ലേഡി ഞാനൊരു ലേഡി ആയതുകൊണ്ട് ഇതൊന്ന് ഉദ്ഘാടനം അവരെ കൊണ്ട് എനിക്ക് ഉദ്ഘാടനം ചെയ്യണമെന്ന് എനിക്ക് എന്റെ അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ അവരെ ചെന്ന് നേരിട്ട് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു ഓക്കെ വൈകിട്ട് പറയാം എന്ന് പറഞ്ഞു. വൈകിട്ടായപ്പോഴത്തേക്കും DTPC സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറയണം അത് തുറക്കാൻ പറ്റത്തില്ല. കാരണങ്ങളൊന്നും ബോധിപ്പിക്കാതെയാണ് കരാർ റദ്ദാക്കിയതെന്നാണ് മേഴ്സിയുടെ ആരോപണം. പലരിൽ നിന്നും കടം വാങ്ങിയും ലോൺ എടുത്തുമാണ് ഭീമമായ തുക ഇവർ നൽകിയത്. കൂടാതെ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ച പ്രകാരമുള്ള ക്രമീകരണങ്ങളും റെസ്റ്റോറന്റിൽ വരുത്തി. DTPCക്ക് നൽകിയ തുകയ്ക്ക് പുറമെയാണ് മേഴ്സിക്ക് ഈ തുകകൾ ചിലവാക്കേണ്ടി വന്നത്. അപ്രതീക്ഷിതമായി ജില്ലാ ഭരണകൂടം കരാർ റദ്ദാക്കിയതോടെ വലിയ കടക്കണിയിലായിരിക്കുകയാണ് മേഴ്സിയും കുടുംബവും. 3 വർഷത്തേതിലധികം കാലാവധി വെച്ചുകൊണ്ടാണ് മേഴ്സി തുകകൾ പലിശക്കെടുത്തിരിക്കുന്നത്. ഇവർ അടച്ച 9,76,750 രൂപ വകുപ്പ് തിരികെ നൽകിയെങ്കിലും ലോൺ എടുത്ത തുകയ്ക്ക് ഭീമമായ പലിശ നൽകേണ്ട ഗതികേടിലാണിവർ. ഇതിനിടെയാണ് DTPC വീണ്ടും കെട്ടിടത്തിനായി കൊട്ടേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ടെൻഡർ ക്യാൻസലാക്കിയെന്ന് 18-ാം തീയതിയാണ് ഞാൻ അറിയുന്നത്. സെപ്റ്റംബർ മാസം 18-ാം തീയതി ഏകദേശം 1.5 മാസത്തോളം എന്റെ 10 ലക്ഷം രൂപ 9,76,150 രൂപ അവരുടെ അക്കൗണ്ടിൽ കിടന്നതാണ്. അവരെനിക്ക് അതിന്റെ റീചെക്കാണ് എനിക്കത് തന്നത്. എന്നാൽ ബാക്കി നഷ്ടപരിഹാരങ്ങൾ തരാമെന്ന് അവർ പറഞ്ഞെങ്കിൽ എനിക്കത് ഇതുവരെ തന്നിട്ടില്ല അവര്. പക്ഷെ വീണ്ടും അവര് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ടെൻഡർ ക്യാൻസലാക്കിയെന്ന് വിവരാവകാശ നിയമപ്രകാരം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താതെ ഈ കാണുന്ന രീതിയിൽ തന്നെ വീണ്ടും കെട്ടിടം അവര് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും അങ്ങനെ തുറന്നു കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം നിലവിൽ എന്റെ ടെൻഡർ എന്തുകൊണ്ടാണ് ക്യാൻസലാക്കിയത്? ഞാനൊരു സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. മാത്രമല്ല എന്റെ 2 മക്കളും പഠിക്കുന്നവരാണ്. നിലവിൽ ഞാനൊരു കടക്കാരിയാണ്. ഏകദേശം 10 ലക്ഷത്തോളം രൂപ ഞാനിപ്പോ കടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം യാതൊരു എനിക്ക് വന്ന നഷ്ടങ്ങൾക്ക് അവർ സമാധാനം പറയാതെ എനിക്കിതിന്റെ സാമ്പത്തിക നഷ്ടം ഇവർ പരിഹരിച്ചു തരാതെ ഈ കെട്ടിടം മറ്റൊരാൾക്ക് കൈമാറാൻ ഞാൻ സമ്മതിക്കത്തില്ല. തനിക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാതെ റെസ്റ്റോറന്റ് തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് മേഴ്സി. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും അവർ വ്യക്തമാക്കി. അതേസമയം വിപുലമായ ക്രമീകരണങ്ങളിൽ റെസ്റ്റോറന്റ് തുറക്കാൻ കഴിയുന്ന ഗ്രൂപ്പിന് സ്ഥലം കൈമാറാമെന്ന തീരുമാനത്തെ തുടർന്നാണ് കരാർ റദ്ദാക്കിയതെന്നാണ് DTPC നൽകുന്ന വിശദീകരണം. ജനം, ഇടുക്കി.